ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ പർവ്വതമലയ്ക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓട്ടോന് വരുന്നുണ്ടെങ്കിൽ ഇതാ ഇതുവരെ വരാനാവില്ല കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ ഇതുവരെ വരാനാവുള്ളൂ. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് പർവ്വതമല കയറാൻ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പർവ്വതമല കയറാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നടന്നു വരുമ്പോൾ ഒരു വലിയ കിണറുണ്ട് കേട്ടോ ഇവിടെ. എന്താ വലിയ കാടാട്ടാ നമ്മൾ പോകുന്ന വഴിയെല്ലാം. എന്നാ പർവ്വതമല കയറാൻ വേണ്ടിയിട്ട് വിശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ സൈഡ് കാണുന്നത് കേട്ടാ. നമ്മൾ പോകുമ്പോ കുരങ്ങൻ ഉണ്ട് കേട്ടാ, കാണുന്നില്ലേ? പോകുന്ന വഴിക്കൊക്കെ ഇതേപോലുള്ള വലിയ വലിയ പാറകൾ നമുക്ക് കാണാൻ പറ്റും. തിരുവണ്ണാമല ജില്ലയിലാണ് പർവ്വതമല സ്ഥിതി ചെയ്യുന്നത് കേട്ടാ. പോകുമ്പോൾ ഇതേപോലെ പാറക്ക് ചിഹ്നലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡയറോമാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാറേൻ്റെ മുകളിലെല്ലാം ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും തിരിയുന്നില്ല, തമിഴിലാണ്. ഈ പാറേൻ്റെ മുകളിൽ ശൂലുണ്ട് കേട്ടോ. வாங்கினா சாப்பிட்டுனே போக முடியாது. வராண்டி ബേസിക് വില്ലേജ് എന്ന് പറഞ്ഞത് തേന്മാതിമംഗലാട്ടാ. അപ്പോൾ ഗൈസ്, നമ്മളത് അങ്ങ് മുകളിൽ ആടി എത്തണം കേട്ടാ. ഇപ്പോൾ ഗൈസ്, നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ, തുണിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇത് കുട്ടികൾ ഇല്ലാതെ അവർ കെട്ടിക്കൊടുക്കുന്ന കേട്ടോ.
4560 അടി ഉയരത്തിലാണ് പർവ്വതമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കാടാണ്. എന്താ ഒരുപാട് ആൾക്കാർ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നതാണ് നല്ലത്. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1250 step. ഓക്കെ. Next stone step. You are from Andhra? കേരള. Kerala. Okay, nice. അപ്പോൾ ഗൈസ് ഇനി അങ്ങോട്ട് ചെറിയൊരു കയറ്റാണ്. വേണ്ട സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളൂ, നല്ല കയറ്റുണ്ട്. ഓ പാറേൻ്റെ മുകളിലൊക്കെ ശിവലിംഗം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട യൂട്യൂബ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടാ. ഒരു രക്ഷയില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നതാണ് നല്ലത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം വന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിലെത്തുമ്പോൾ പൈസ അധികം വരും എന്നൊക്കെ തോന്നുന്നത്. വേണ്ട ഷോപ്പുണ്ട് ഇടാ. ഇവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ടോ. വേണ്ട ഒരു രക്ഷയില്ല. ഈ പാറേൻ്റെ മുകളിലെല്ലാം മുഴുവനായിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 1200 പടി കയറി കേട്ടോ. ഗൈസ് അപ്പോൾ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്നു. ഇതുപോലെ ഉരുളൻ കല്ലാന്ന് കേട്ടോ. കാണുന്നേ എന്നാ സ്റ്റെപ്പ് കഴിഞ്ഞ സ്റ്റെപ്പ് ഇല്ലേ ഉരുളൻ കല്ല്. അപ്പോൾ ഗൈസ് ഇത് കാണുന്നില്ല നിങ്ങൾ, കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ചിട്ട് അന്ന് സംഭവം എന്ന് വെച്ചാൽ വീട് ഇല്ലാത്തവർ അന്ന് ഇതേപോലെ കല്ലിൻ്റെ മുകളിൽ കല്ല് വെക്കുന്ന കേട്ടാ. അട്ടിക്കട്ടിക്ക
ഈ ഭാഗം മുഴുവനും പാറയാണ് കാണുന്നില്ലേ. നല്ല വേലായി, ഏകദേശം 10 മണിയായി. ഇപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നതല്ല, ഒരു 6 മണി അങ്ങനെ. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ ഇവിടെ, കാണുന്നില്ലേ. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടാ. ഒരുപാട് നമ്മൾ ട്രക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കല്ലോ ഇതുപോലെ മുഴുവൻ കല്ലുകളാണ് കണ്ടോ. അപ്പോൾ പ്രായമായ ആൾക്കാരെല്ലാം ഈ പർവ്വതമല കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ. കേരളത്തിൽ നിന്നുള്ളവർ കുറവായിരിക്കും ഈ ഒരു മല കയറുന്നത്. ഞാൻ യൂട്യൂബിലോ കുറച്ച് ആൾക്കാരോ ഈ ഒരു മല കയറിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറങ്ങ് നമുക്ക് ഈ ഒരു മലയുടെ മുകളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ വേര് തിരിയാത്തത്. ഇതാണെന്നില്ല നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2 സൈഡിലായിട്ട് മരങ്ങളാണ് കണ്ടോ. അപ്പോൾ ഈ ഒരു മലേൻ്റെ മുകളിൽ ശിവക്ഷേത്രം കേട്ടോ, മല്ലികാർജുന ടെമ്പിളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടുന്ന് പോകുന്ന ഭക്തരെ തന്നെയാണ് അവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പർവ്വതമലയ്ക്ക് വരിക എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ കട്പാടി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് നമ്മൾ പൂലൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും നമ്മൾ ട്രെയിൻ കയറണം. അപ്പോൾ പൂലൂർ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് 1 കിലോമീറ്റർ നമ്മൾ പൂലൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് ഈ പർവ്വതമലക്കേക്ക് ബസ്സുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കട്പാടിയിൽ ഇറങ്ങിയിട്ട് തിരുവല്ലാമലയിലേക്ക് ട്രെയിനുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ പൂലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 22 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു പർവ്വതമലയ്ക്ക് കേട്ടോ. അപ്പോൾ ബസ് ഇറങ്ങിയതിന് ശേഷം അവിടെ ഓട്ടോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രക്ക് ചെയ്തിട്ട് വരാൻ പറ്റുന്നതാണ്. ഓട്ടോന് ഒരാൾക്ക് 100 രൂപയാണ് അവർ എടുക്കുന്നത്. അപ്പോൾ 2-3 ആളുണ്ടെങ്കിൽ 40 രൂപ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവാരം വരെ ഓട്ടോ വരും. നല്ല വേലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കൊമ്പിലുള്ള ചപ്പെല്ലാം ഉണങ്ങി കേട്ടോ. ഇതാ കാണുന്നില്ലേ, അതുകൊണ്ട് ഇവിടെ നല്ല വേലുണ്ട്.
ഗൈസ് ഇവിടെയെല്ലാം തീയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പർവ്വതമല എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കേട്ടോ. കയറാനുണ്ട്, നല്ല കയറ്റാ. ഇനിയും നമ്മൾ ഒരുപാട് മുകളിലേക്ക് ട്രക്ക് ചെയ്യാനുണ്ട് അങ്ങ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരിക, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം ഒരു 5:30 ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത്. നേരം വൈകിയാൽ നല്ല വേലാന്ന്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ പിടിക്കുന്ന കമ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ രാവിലെ വരുക. ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആയിട്ടാ ഈ കാണുന്നത്. നല്ല വേലായത് കൊണ്ടാണ്. രാവിലെ ആയിട്ട് നല്ല രസമുണ്ടാകും കാണാൻ, കോടമഞ്ഞൊക്കെ ആയിട്ട്. ഓക്കെ, ശരിക്കും അവശനായിട്ടാ. നല്ല ക്ഷീണം പിടിച്ച്, നല്ല വേല്, ഒരു രക്ഷയില്ല. ഒരുപാട് ആൾക്കാർ രാവിലെ വന്നിട്ട് കീയുന്നുണ്ട്, കയറുന്നുണ്ട്. ഇവിടെ ഒരു ശൂലൊക്കെ ഉണ്ട് കേട്ടോ, കാണുന്നില്ലേ? ശൂലത്തിൻ്റെ മുകളിൽ നാരങ്ങയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴേ കാഴ്ച കേട്ടോ ഈ കാണുന്നത്. കുട്ടികളില്ലാത്തവർ കെട്ടിക്കൊടുക്കുന്ന കേട്ടാ ഈ മരത്തിൻ്റെ മുകളിൽ കാണുന്നല്ല. നമ്മൾ അവിടെ നിന്ന് ചോദിച്ചേരം പറഞ്ഞതാണ്. വേണ്ട, ഈ മരത്തിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഇതുപോലെ തുണിയിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ശരിക്ക് ക്ഷീണം പിടിക്കും കേട്ടാ. നല്ല വേലാണ്, കത്തുന്നുണ്ട്. ഒന്നാമത് കീയുമ്പോൾ നമ്മൾ സ്ലിപ്പാകാൻ ശ്രദ്ധിക്കണം. കാരണം കയറുന്ന പോലെയല്ല കീയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കാല് ഒക്കെ നല്ലോണം പൊള്ളുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നോക്കിയേ പാറ, വലിയ പാറ കണ്ടോ? ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറേണ്ടത് കണ്ടോ? தெரியும்ல. சாப்பாடு இங்கே யாரும் போகிறது ஆள் இல்லை. கோயில் இது வாங்கினா கொஞ்சம் பார்த்து நீங்கள் சாப்பாடு அள்ளி கொடுத்தா கொஞ்சம் நல்லா. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ കുറച്ച് റിസ്ക്കാണ്. ഇതുപോലെ തന്നെ സൈഡിൽ ഇത് കാണുന്നില്ലേ, ചങ്ങലയുണ്ട് കേട്ടോ. ഇത് കാണുന്നില്ലേ,
ഈ ചങ്ങല പിടിച്ചിട്ട് വേണം മുകളിലേക്ക് കയറാൻ. பின்னாடி பார்த்து ஒன்னா பூச்சோடா காரணா தப்பா நினைச்சுக்காரண்ணா കീഴോട്ട് വരുന്നത് ഇത് വഴി തന്നെയാ? കീഴോട്ട് വരുന്നത് ഇന്ത വഴി തന്നെയാ? அந்த வழியா? ஆமா. ஓகே ஓகே. இது கொஞ்சம் இன்ட்ரெஸ்டா இருக்கும் அதான். ஓகே ஓகே. ஏய் பொண்ணு ஏய் இங்க பாரு நான் சொல்றதை கேளு. அந்த தம்பியை புடிச்சு ஒண்ணொண்ணா போய்க்க ഇതിലോട്ട് പോയിക്കോ. മലയാളിയോ? കേരള. ഓക്കെ. ஏய் முத்தே நீ விதாவி பாத்து போங்க. விதாவி நீ பாத்து நீ பாத்து. பாய் தர்மா நீ கூட்டு பேசி வாயா நீ வரையா யோ உங்க பாரு இப்படி திரும்ப ஒரு நிமிஷம் இப்ப திரும்ப நீ കുറച്ച് റിസ്ക് ആട്ടാ ഈ ഒരു മല കയറണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് കണ്ടാ കുത്തനെയായി സംഭവിക്കുന്നത് കണ്ടാ. ഒരു സംഭവം റിസ്ക് ആട്ടാ, ഒരു രക്ഷയില്ല. നല്ല വെയിലിന് ഈ ഒരു ചങ്ങല കണ്ട, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പൊള്ളുന്നുണ്ട്. നല്ല റിസ്ക് ഉണ്ട് ഗൈസ്, രക്ഷയില്ല. നല്ല റിസ്ക് ഉണ്ട് കേട്ടാ, അത്രക്ക് കേട്ടാ. നമ്മൾ വന്ന വഴി ഉണ്ടെങ്കിൽ നല്ല കുത്തനെയുള്ള. അപ്പോൾ ഇനി ഇതാ ഇതും കൂടി കയറണം കണ്ടാ. അങ്ങനെ ഇത് വന്നാൽ റെയിൽ പാലത്തിൻ്റെ ഇതാട്ടാ, കാണുന്നില്ലേ? അപ്പോൾ വേലായിട്ട് നല്ലോണം പൊള്ളുന്നുണ്ട്. നമുക്കങ്ങ് മുകളിലോളം എത്താനുണ്ട്. അമ്മോ പൊള്ളുന്നുണ്ട് ഗൈസ്, രക്ഷയില്ല. എൻ്റെ അമ്മോ, സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കാനുള്ളത് കൊണ്ട് രക്ഷയാട്ടാ. അല്ലെങ്കിൽ ചെറുങ്ങനെ സ്ലിപ്പായാൽ മതി, നമ്മൾ താഴെ എത്തും. ഇവർ നല്ല ബുദ്ധിമുട്ടീനി, കാരണം ഈ ഓരോ പാറേൻ്റെ ഉള്ളിലും ഇതേപോലുള്ള കമ്പി അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സേഫ്റ്റിയാണ് മൊത്തം.
ഏകദേശം രക്ഷപ്പെട്ടു. കണ്ട നമ്മൾ വന്ന വഴി കണ്ട അവർ വരുന്നണ്ട. റിസ്ക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല വേലായി കേട്ടാ, നല്ല വേലായി. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കയറുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണ്, കാലെല്ലാം പൊള്ളിയിട്ട് ശർമ്മില്ല. അപ്പോൾ അങ്ങനെ ട്രക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ശരിക്ക് അറിയും കേട്ടോ. ഈ ഒരു കയറ്റം കയറുമ്പോൾ ശരിക്കും അഡ്വഞ്ചറായിട്ടുള്ള യാത്രയാട്ടോ ഇത്, ഒരു രക്ഷയില്ല. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ പർവ്വതമല കേട്ടിട്ടുള്ളൂ, ശരിക്കും അറിഞ്ഞു കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു മല കയറണം. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്തോ ഇതുപോലുള്ള മലകൾ നമുക്ക് കയറാനാവുള്ളൂ. ആരോഗ്യമെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് മല കയറുക. எங்க ஊரு? ஊரு ஊரு യെസ് ജിംഖാന വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പർവ്വതമലേൻ്റെ ഇതാ ഏകദേശം എത്താനായി. ഇതാ അവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴേ കാഴ്ച കേട്ടോ ഈ കാണുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. കണ്ടോ എത്ര ഹൈറ്റിൽ നമ്മൾ കയറി നോക്കിയേ, ഒരു രക്ഷയില്ലാട്ടാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുന്ന് നോക്കുമ്പോൾ ആ കാഴ്ച ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വരണം തീർച്ചയായിട്ടും. വരേണ്ട ഒരു സ്ഥലമാണ് ഇതാ കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തണം. ഇവിടെ നോക്കുമ്പോൾ ഫുൾ കാഴ്ച. നല്ല വേലായത് കൊണ്ടാണ് നമുക്ക് ശരിക്കുള്ള ആ വ്യൂ കിട്ടാതെ കേട്ടാ. இறங்கிறது பெட்ரு. ஆமா இறங்கிட்டா அப்புறம் உட்காந்து கூட போலாம். நம்ம செய்யலாம். ஏய் ஓடி நேரே எங்க இது வீடியோ எடுக்குறீங்க? எந்த ஊரு? அந்த கேரளா. கேரளா ஊரு? ஊரு கேரளா. கேரளா கண்ணூர். கண்ணூர் மலேசியா அதிகம் ப்ளூடூத் எனக்கு அனுப்புங்களா? யூடியூப் 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 நேம் ജിംഖാന വ്ളോഗ്. എന്താ അമ്മ
തിരുവണ്ണാമലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് പർവ്വതമല. പർവ്വതമലയിലെ കുന്നിൻമുകളിൽ മല്ലികാർജുനന് ഒരു ദേവാലയം സമർപ്പിച്ചിരിക്കുന്നു. ഭഗവാൻ ഹനുമാൻ സഞ്ജീവനി പർവ്വതത്തെ എടുത്താണ് അതിൻ്റെ അസ്തിത്വം ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുന്നിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു അവിടെ തീർത്ഥാടകരുടെ ലക്ഷ്യസ്ഥാനം ഉണ്ടായി. ശിവനെ ദർശിക്കുന്നതിനായി ഭക്തർ മലയോര മേഖലകളെല്ലാം താണ്ടിയാണ് ട്രെക്ക് ചെയ്യുന്നത്. ഈ കുന്ന് പൂർണ്ണമായും നിരവധി ഔഷധ സസ്യങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഏകദേശം 119 ഇനം ഔഷധ സസ്യങ്ങൾ ഈ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്നു. കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ക്ഷേത്രത്തിൽ പൂജാരിയും മറ്റ് സൗകര്യങ്ങളും ഇല്ല. എന്നിട്ടും ശിവൻ്റെ മഹത്തായ ശക്തിയും ഭക്തരുടെ ഭക്തിയും കൊണ്ടാണ് ഇത് അതിൻ്റെ പ്രശസ്തി നേടിയത്. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ആയിട്ടായത്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് പോകേണ്ടത്. ഇവിടെ നല്ല തണുപ്പാട്ടാ. ഇവിടെ നോക്കുമ്പോൾ വ്യൂ ആട്ടാ ഈ കാണുന്നത്. அதை விட்டா தை மாதம் தான் கிழக்குக்கு வருவார். சூரியன் கிழக்கு மாத்திரமே ஒதுக்க மாட்டார். கிழக்கு வடகிழக்கு தென்கிழக்கு என்ன இருக்கா அப்படின்னு. അപ്പോൾ ഗൈസ് ഇവിടെ കണ്ട നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നല്ല കയറ്റാ, ഒരു രക്ഷയില്ല. പമ്പം കയറ്റാ കണ്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴിയായി കാണുന്ന കേട്ടാ കേട്ടാ. ഇപ്പോൾ നമ്മൾ വന്ന വഴിയാട്ടോ ഈ കാണുന്നത്. കണ്ടോ താഴെ കണ്ട, ഞാൻ സൂമാക്കി തരാം. കണ്ടോ
അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്താനായി കേട്ടാ. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ലക്ഷ്മണനെ പുനർജനിപ്പിക്കുവാൻ ഹനുമാൻ വഹിച്ച സഞ്ജീവനി പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കുന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ വിദ്യാസമ്പന്നരായ സന്യാസിമാർ ധ്യാനത്തിനായി കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ഈ പ്രദേശത്ത് മാത്രം കാണാവുന്ന ശക്തിയേറിയതും അപൂർവവുമായ ഔഷധ സസ്യങ്ങൾ ഈ കുന്നിൻ മുകളിലുണ്ട്. ശിവനെയും ദേവിയെയും ആരാധിക്കുന്നതിനായി ഇടയ്ക്കിടെ ക്ഷേത്രം സന്ദർശിക്കുന്ന നന്നൻ രാജാവാണ് ഇവിടെ ഭരിച്ചിരുന്നത്. മിതമായ ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് എന്നാണ് പർവ്വതമല ട്രക്കിങ്ങിനെ വിലയിരുത്തുന്നത്. 4500 അടിയിലധികം ഉയരമുള്ള ലംബമായ പർവ്വതമാണിത്. പാറകൾക്ക് മുകളിലൂടെ നടന്ന് കുത്തനെയുള്ള ഭാഗങ്ങൾ കയറി വേണം മുകളിലെത്താൻ. അപ്പോൾ ഈ ഒരു മല കയറേണ്ടിക്ക് നല്ല സ്റ്റാമിന വേണം കേട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയേട്ടാ. ഉണ്ടാ അപ്പോൾ ഇതിൻ്റെ മലേൻ്റെ ഏറ്റവും മുകളിൽ നോക്കുമ്പോഴുള്ള കാഴ്ച ആട്ടെ ഈ കാണണേ. എന്നാ ஒவ்வொரு படியில கடைசியில வந்துட்டு இருக்காங்க. படியில வேற இல்ல, நான் வந்து ஒரு அரை மணி கழிச்சு நான் வந்து சபரி வந்தேன். ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ നിങ്ങൾ? കണ്ടോ ഇവിടെ നല്ല ആഴാട്ടാ. ഇവരിവിടെ പൂജ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാട്ടാ. അപ്പോൾ ഗൈസ്, ഇവിടെ പൂജാരി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഭക്തർ തന്നെയാണ്. ശിവനെ സ്വയം പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പർവ്വതമല. ഇതിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നല്ല ഇതാണ്. ഇവിടെ സ്വയം പൂജ ചെയ്യുന്നതാണ് ഈ കാണുന്നത്.
അപ്പോൾ നമ്മൾ കയറിയ അത് വഴിയല്ല നമ്മൾ താഴേക്ക് പോകുന്നത്. ഇത് വേറെ വഴിയിലൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. ഇറങ്ങുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടുന്ന് തന്നെ കുത്തനെയുള്ള സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നല്ല വേല് ഉള്ളത് കൊണ്ട് ഈ കമ്പിയെല്ലാം നല്ല ചൂടാന്ന് കേട്ടോ. ചെരുപ്പിടാത്തത് കൊണ്ട് തന്നെ നല്ലോണം കാലിൻ്റെ അടി അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.